സീനിയർ സീനിയർ സിറ്റിസന്മാരോട്, ഇത് ഏത് വയസ്സനാണ്? ഇയാൾക്ക് നാണമില്ലേ? യുവാക്കളെ പോലെ നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കറങ്ങി നടക്കുന്നവൻ. അത് കേട്ടിട്ട് ഞാൻ തമാശയായി ഇങ്ങനെ മറുപടി പറഞ്ഞു, വയസ്സൻ നിന്റെ അപ്പനായിരിക്കും. ഞാൻ വയസ്സനല്ല മോനെ, ഒരു സീനിയർ സിറ്റിസണാണ്. സീനിയർ സിറ്റിസണും ഒരു വൃദ്ധനും തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയില്ല. ഞാൻ ഇന്ന് അത് നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞുകൊള്ളട്ടെ. ഒരു മനുഷ്യൻ വൃദ്ധനാകുമ്പോൾ അയാൾ എന്ത് ചിന്തിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും നിങ്ങൾ മനസ്സിലാക്കുക. മനുഷ്യന്റെ പ്രായം വർദ്ധിക്കും തോറും വൃദ്ധനാവുകയല്ല വേണ്ടത്, അദ്ദേഹം മുതിർന്നവരാകുകയാണ് വേണ്ടത്. വൃദ്ധാവസ്ഥ അഥവാ വയസ്സന്മാരാകുമ്പോൾ ആൾക്കാർ മറ്റുള്ളവരിൽ ആശ്രയം തേടുവാൻ ശ്രമിക്കുന്നു. എന്നാൽ സീനിയോറിറ്റി അഥവാ പ്രായം കൂടിയ അവസ്ഥ മറ്റുള്ളവർക്ക് സഹായം കൊടുക്കുവാനായി വേണം ഉപയോഗിക്കുവാൻ. പ്രായം കൂടുമ്പോൾ അത് മറയ്ക്കുവാനായിട്ടാണ് നാം ശ്രമിക്കുന്നത്. പക്ഷേ സീനിയർ പീപ്പിൾ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കേണ്ട ഒരു സമയമാണ്. പ്രായം കൂടുമ്പോൾ എങ്ങനെയോ നമ്മളിൽ ഈഗോ അഥവാ അഹങ്കാരം കയറിക്കൂടാറുണ്ട്. എന്നാൽ സീനിയോറിറ്റി അനുഭവ സമ്പത്ത് അഥവാ എക്സ്പീരിയൻസും വിനയവും ഹംബിൾനെസ്സും സ്വയം ശീലിച്ച് കാണിക്കേണ്ട സമയമാണ്. വൃദ്ധാവസ്ഥ യുവാക്കളുടെ വിചാരങ്ങളെയും പ്രവർത്തികളെയും ക്രിട്ടിസൈസ് ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ സീനിയോറിറ്റി നമ്മെ പുതിയ തലമുറയുടെ മാറിയ രീതികളിൽ ജീവിക്കാനായി അവരെ അനുവദിക്കാനാണ് പഠിപ്പിക്കുന്നത്. വയസ്സന്മാർ മിക്കവാറും പഴയ കാര്യങ്ങളെക്കുറിച്ച് വർണ്ണിച്ച് അന്ന് അങ്ങനെയായിരുന്നു, അന്ന് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ സീനിയോറിറ്റി നമ്മെ സ്വയം പുതിയ തലമുറയുമായി അഡ്ജസ്റ്റ് ചെയ്ത് അവരുമായി ബന്ധങ്ങൾ സ്ഥാപിച്ച് അവരെ നമ്മുടേതാക്കി മാറ്റുവാൻ ഇടയാക്കണം. വയസ്സന്മാർ പുതുതലമുറയിൽ അവരുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ സീനിയോറിറ്റി നമ്മെ പുതുതലമുറയുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയാക്കുകയാണ് വേണ്ടത്. വൃദ്ധാവസ്ഥയിൽ നാം ജീവിതത്തിന്റെ സന്ധ്യാവേളയിൽ അവസാനം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ സീനിയോറിറ്റിയിൽ ജീവിതത്തിന്റെ വൈകിയ വേളയിലും ഒരു പുതിയ പ്രഭാതത്തിനെ വരവേൽക്കാൻ ഉത്സുകരായി പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിച്ച് യുവാക്കളുടെ ഊർജം സംഭരിച്ച് മുന്നോട്ട് പോകുവാൻ ഇടയാക്കട്ടെ. നാം വൃദ്ധാവസ്ഥയിൽ നിന്നും സീനിയർ സിറ്റിസണായി മാറുന്നതിന് മനസ്സ് വെച്ച് പ്രവർത്തിച്ചാലേ പറ്റും. പ്രായം വെറും ഒരു നമ്പറല്ലേ? നാം എപ്പോഴും പൂക്കളെ പോലെ വിടർന്ന് സമൂഹത്തിൽ നറുമണവും ശോഭയും പരത്തി മറ്റുള്ളവർക്ക് മാതൃകയായി അഥവാ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷനായി ജീവിക്കുവാൻ ശ്രമിക്കണം. എപ്പോഴും നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊള്ളൂ. കാരണം അത് നിങ്ങളെ യുവാക്കന്മാരായി നിങ്ങളുടെ മനസ്സിനെ അത് മാറ്റിയെടുക്കുവാനും മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നിക്കാനും ഇടയാക്കുന്നു. അങ്ങനെ നിങ്ങൾ എപ്പോഴും ഒരു യങ് സീനിയർ സിറ്റിസണായി ജീവിക്കുവാൻ ഇടയാക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മനോഹരമാക്കും, മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാക്കുവാൻ സഹായിക്കും. എപ്പോഴും ഈ വാക്കുകൾ ഓർത്തുകൊള്ളൂ. ഏജ് ഈസ് എ മാറ്റർ ഓഫ് മൈൻഡ് ആൻഡ് ഇഫ് യു ഡോണ്ട് മൈൻഡ് ഇറ്റ് ഡോണ്ട് മാറ്റർ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങളുടെ സ്വന്തം കോര.